അദാനി ഓഹരി കൈമാറ്റത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ശക്തമായ അതൃപ്തി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിഷയത്തിൽ കെ.സി. വേണുഗോപാൽ വി.ഡി. സതീശനെ പരോക്ഷമായി വിമർശിച്ചത് നമ്മൾ കണ്ടു. ആ പ്രതികരണം നമ്മൾ അല്പം മുമ്പ് കേൾക്കുകയും ചെയ്തു. എന്തായാലും കേരളം ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനമാണോ എന്ന കെ.സിയുടെ ചോദ്യം അത് വി.ഡി. സതീശനിലേക്ക് വലിയ തരത്തിലുള്ള ഒരു ചോദ്യമുന കൊണ്ടുവന്നെത്തിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യമായിട്ടാകും ഒരു കോൺഗ്രസ് നേതാവ് ഇത്തരം ഒരു സംശയം ഉന്നയിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എം.പി. ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ട് പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. ഫെമിന തയ്യാറായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫെമിന, ഗുഡ് മോർണിംഗ്. കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ അതൃപ്തി പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ദില്ലിയിലേക്കും ഹൈക്കമാൻഡിലേക്കും എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. അല്പം മുമ്പ് നമ്മൾ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി കേൾപ്പിക്കുകയും ചെയ്തു. ജോൺ ബ്രിട്ടാസ് എം.പിയും നിശ്ചിതമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. ദില്ലിയിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? സിന്ദൂരി, ഈ അദാനി ഓഹരി കൈമാറ്റത്തിൽ വലിയ അതൃപ്തിയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിനുള്ളത്. ഇന്നലെ കെ.സി. വേണുഗോപാൽ എം.പി. ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ പരോക്ഷമായിട്ടുള്ളൊരു വിമർശനമാണ് UDF സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് വി.ഡി. സതീശനെതിരെ ഒരു പരോക്ഷ വിമർശനമാണ് ഉണ്ടായത്. കേരളം ബി.ജെ.പി. ആണോ ഭരിക്കുന്നത് എന്ന തരത്തിലുള്ളൊരു ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി ചിലപ്പോൾ സൂപ്പർ പവർ ആയിരിക്കാം, എന്ന കേരളത്തിൽ അങ്ങനെയല്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അതിൽ നിന്നും വ്യക്തമാണ് ഇത്തരത്തിൽ 45% ഓഹരി ഈ കമ്പനിക്ക്, ഈ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിൽ വലിയ അതൃപ്തി ഹൈക്കമാൻഡിനുണ്ട് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇന്നലെ കെ.സി. വേണുഗോപാലിൻ്റെ പ്രതികരണം ഉണ്ടായതിന് ശേഷമാണ് അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് വി.ഡി. സതീശൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയത്. അതിൽ നിന്ന് വ്യക്തമാണ് കെ.സി. വേണുഗോപാലിൻ്റെ ഇന്നലത്തെ ഒരു പരാമർശത്തിനെ തുടർന്നാണ് ഒരു പ്രതികരണം വി.ഡി. സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഹൈക്കമാൻഡിന് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ബി.ജെ.പി. ബന്ധമുള്ള ആളെ നിയമിച്ചതിലുമെല്ലാം ഹൈക്കമാൻഡിന് വലിയ അതൃപ്തിയുണ്ട് എന്നതാണ് ഇതിൽ വ്യക്തമാകുന്നത്. ഈ അദാനി 45% ഓഹരി ഇത്തരത്തിൽ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെയാണ് നൽകിയത് എന്നൊരു വിശദീകരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എങ്കിൽ പോലും ഇത് സ്റ്റോക്കിംഗ് മാർക്കറ്റ് ഇത് അറിഞ്ഞിട്ടുണ്ട് എന്നത് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. മാത്രമല്ല, ഈ വീണ്ടും തുറമുഖവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വി.ഡി. സതീശൻ മംഗളൂരുവിലേക്ക് യാത്ര നടത്തിയതും ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര നടത്തിയതും അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഈ ഒരു സന്ദർശിച്ചതുമൊക്കെ ഇപ്പോൾ ഒരു ചോദ്യമുനയിൽ വരുന്നുണ്ട്. മാത്രമല്ല, വിണ്ണത്തിൻ്റെ MD ആയിട്ടുള്ള ദിവ്യ സയ്യരെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയതിലും ഇപ്പോൾ വിമർശനമുണ്ട്. ഇത് സർക്കാർ അറിഞ്ഞില്ല എന്ന ഒരു വാദം അത് എത്രമാത്രം വിശ്വസനീയമാണ് എന്നൊരു ചോദ്യമാണ് വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കമാൻഡിന് വലിയ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് വി.ഡി. സതീശൻ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം വി.ഡി. സതീശൻ ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ പലതും യു-ടേൺ അടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിലും ഇപ്പോൾ ബി.ജെ.പി. ബന്ധമുള്ള ആളെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിക്കുന്നതിൽ തുടങ്ങി അദാനി ഈ ഓഹരി കൈമാറ്റം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം വലിയ അതൃപ്തിയാണുള്ളത്. അത് തന്നെയാണ് ഇന്നലെ കെ.സി. വേണുഗോപാലിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായതും. പരോക്ഷമായിട്ടുള്ളൊരു വിമർശനമാണ്. ഒരുപക്ഷെ ജോൺ ബ്രിട്ടാസ് എം.പി. വിമർശിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ബി.ജെ.പി. ആണോ കേരളം ഭരിക്കുന്നത് എന്നൊരു സംശയം ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് ഉയരുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കെ.സി. വേണുഗോപാലിന്, അതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു ക്യാമ്പിന്, കെ.സി. വേണുഗോപാൽ ക്യാമ്പിന് വലിയ തരത്തിലുള്ള അതൃപ്തിയാണ് ഇപ്പോൾ ഈ വി.ഡി. സതീശൻ സർക്കാർ എടുക്കുന്ന ഈ അദാനി ഓഹരി കൈമാറ്റ അദാനിയുടെ ഓഹരി കൈമാറ്റത്തിൽ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലെല്ലാം വലിയ അതൃപ്തിയാണ് ഉള്ളത്. സിന്ദൂരി.